എത്ര പെണ്ണുങ്ങൾക്ക് അങ്ങനെയുണ്ട്, എത്ര ആണുങ്ങൾക്കുണ്ട്, എത്ര ആണുങ്ങൾക്കുണ്ട്, എത്ര ഉസ്താദുമാർക്കുണ്ട്, എത്ര ഹാജിയാക്കന്മാർക്കുണ്ട്, എത്ര കമ്മിറ്റിക്കാർക്കുണ്ട്. ആർക്കുണ്ട്? ആഹാരം കിട്ടണം, കഴിക്കണം, വയറ് നിറയ്ക്കണം. പണ്ടാരോ പറഞ്ഞതുപോലെ ഉണ്ണണം, ഉറങ്ങണം, ഉണ്ണി ഉണ്ടാക്കണം, ഇതല്ല വേറെ ചിന്തയില്ലെന്ന് പറഞ്ഞതുപോലെ നമുക്ക് കഴിക്കണം. ഇതല്ലാതെ വേറെ ഒരു ലക്ഷ്യവും നമുക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എന്തിനാ ഈ ചരിത്രം പറയുന്നത്? നമ്മളൊക്കെ പറയും മലക്കായിരിക്കണം ഉസ്താദെ അങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ. ചിരി പറ്റിപ്പില്ലാതെ പിന്നെ എന്ത് ജീവിതം, അല്പ തട്ടിപ്പില്ലാതെ പിന്നെ എന്ത് ജീവിതം എന്ന് ചിന്തിക്കുന്നവർക്ക്, ചോദിക്കുന്നവർക്ക് ഞങ്ങൾ മലക്കൊന്നുമല്ല ഇങ്ങനെയൊക്കെ ജീവിക്കാൻ എന്ന് നമുക്ക് തോന്നാതിരിക്കാൻ വേണ്ടി പച്ച മനുഷ്യന്റെ ചില ഉദാഹരണങ്ങൾ പറയാൻ. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബൂ ഹനീഫ ഇമാം ഹനഫി മദ്ഹബിന്റെ ഇമാമാണ്. അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ മത്സ്യം കഴിക്കാത്തത് ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്. ഇത് ഹനഫി മദ്ഹബിന്റെ ഇമാമിന്റെ കാലഘട്ടത്തിൽ നാട്ടിൽ ഒരു ആട് മോഷണം പോയി. ഒരാട് മോഷണം പോയി. ആരാണ് മോഷ്ടിച്ചതെന്നറിയില്ല. മോഷ്ടിക്കപ്പെട്ടവന് നഷ്ടം തന്റെ ആടാൻ. അങ്ങനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നേരെ നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് ഏറ്റവും നല്ല ആടിനെ സംബന്ധിച്ച് അറിയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഒരാടിന്റെ ആയുസ് എത്ര വർഷമാണ്? ഒരാട് എത്ര കൊല്ലം ജീവിക്കും? എത്ര കൊല്ലമായിരിക്കും ഒരാടിന്റെ ആയുസ് എത്രയാണ്? ആട് കച്ചവടക്കാരൊന്നും ഇല്ല ഇവിടെ. ഒരാട് അങ്ങ് അറ്റം പോയാൽ 7 വർഷം ജീവിക്കുന്ന 7 വയസ്സ്. അങ്ങനെയുള്ള ആടിനെ നമ്മൾ കണ്ടിട്ട് ഏതെങ്കിലും ഫാമിലൊക്കെ നമ്മൾ പോയാൽ കാണും. ഒരു വലിയ അത്ഭുതമായിട്ട് നമുക്ക് കാണാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം വീട്ടിലൊക്കെ നിർത്തിയിരിക്കുമ്പോൾ 1.5 വയസ്സ് കഴിയുമ്പോൾ മുജീബ് ഉസ്താദിന്റെ എന്റെ ദാടി പോലെയൊക്കെ ദാടിയൊക്കെ ആയി അല്ലേ, വലിയ ഹാജിയാക്കന്മാരെ പോലെ ദാടിയൊക്കെ ആയി, പിന്നെ കുത്താൻ വരും. 1.5 വയസ്സ് 2 വയസ്സ് കഴിഞ്ഞ് നിർത്തിക്കാൻ പറ്റില്ല ആടിനെ. അതിന്റെ സ്വഭാവം തന്നെ മാറും. 7 വയസ്സ് വരെ ജീവിക്കുമെന്ന് വിവരം കിട്ടിയപ്പോ മഹാനവറുകളുടെ ചരിത്രം പറയുന്നത് 7 വർഷം, അന്ന് മുതൽ 7 ചാന്ദ്രിക വർഷം നോക്കിയിട്ട് മഹാനവറുകൾ ആട്ടിറച്ചി കഴിച്ചിട്ടില്ല. കാരണം തന്റെ മുന്നിലെത്തിയ ഈ പാത്രത്തിരിക്കുന്ന മട്ടൻ കറി അത് മോഷ്ടിച്ച ആടിനെ കശാപ്പുശാലയിൽ കൊണ്ട് വിറ്റ് അതിനെ അറുത്ത് അതിന്റെ ഇറച്ചി തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അടുപ്പത്ത് വെച്ച് പാകം ചെയ്ത് തന്റെ പാത്രത്തിൽ വന്നതാണെങ്കിൽ അള്ളാന്റെ മുമ്പിൽ കഴിച്ച ഭക്ഷണം, മോഷ്ടിക്കപ്പെട്ട സാധനം അബൂ ഹനീഫ ഇമാം മോഷ്ടിച്ചതല്ല, ആരോ മോഷ്ടിക്കട്ടെ, അതാണ് കഴിച്ചത് എന്നെങ്ങാനും പടച്ചോൻ പറഞ്ഞാലോ, അത്രയും തഖ്വ, അത്രയും സൂക്ഷ്മത. അതുകൊണ്ട് എന്തുണ്ടായി? അബൂ ഹനീഫ ഇമാം നമ്മളെ പോലെ വല്ല ഫക്കീറന്മാർ വല്ല ആണോ? കോടീശ്വരനാണ്. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ സാമ്പത്തികമൊന്നും ഇന്നത്തെ ഒരു മുതലാളിമാർക്കും ഇല്ല. വലിയ കോടീശ്വരനാണ്. ആ നിലയിൽ അല്ലാഹു തആല ഉയർത്തി. അതുകൊണ്ട് നമ്മളൊന്ന് ഭക്തി വെച്ച, ആരുടെയും മക്കള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഭക്ഷണം ചവച്ച് വരുന്നുണ്ട്, ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കണം. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണം. നബിതങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല് കിട്ടുകയാണെങ്കിൽ നബിതങ്ങൾ ചോദിക്കും, എവിടെന്നാ ഈ പാല്? അത് ഇന്ന ആട്ടിൽ നിന്നാ. ആ ആട് എവിടെയൊക്കെ മേഞ്ഞിട്ടുണ്ട്? ഉള്ള കാര്യമായി പറയുന്നത്. അവസാനം കൊടുത്തവര് കുഴഞ്ഞു, ഞങ്ങളിനി റസൂലുള്ളാഹിന് പാല് കൊടുക്കുന്നില്ല. കാരണം കൊടുത്ത പാല് ഏത് അകിടിൽ നിന്ന്? അകിടുള്ള ആടിനെ പറഞ്ഞു കൊടുക്കണം. ആ ആട് ആരുടെ പുരയിടത്തിൽ മേഞ്ഞു. അങ്ങനെയൊക്കെ ജീവിച്ചവരും മുമ്പ് നമ്മെ നടന്നു പോയിട്ടുണ്ട്. അവര് കണ്ട സ്വർഗം, അവര് കണ്ട സിറാത്ത്, അവര് കണ്ട മഹ്ശർ നമ്മൾ കാണണം. അല്ലാതെ നമ്മൾ പിന്നെ ഭയങ്കര ക്വാളിറ്റി ഉള്ളവരാണ്, ദഫ് കാണാൻ വേണ്ടി വന്നു, പരിപാടിക്ക് വേണ്ടി വന്നു, മഴ പെയ്തുകൊണ്ട് പിന്നെ പോയില്ല, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സമയായ അല്ലേ? കസേര കുറച്ചും കൂടെ വളരെ കുറഞ്ഞ കസേരയുണ്ട്. വരുന്നവർക്ക് വരാം, വിഷമമില്ലെങ്കിലും നിന്ന് കേട്ടോട്ടെ, കുഴപ്പമില്ല. കാരണം ഇവിടെ വന്ന് ഈ ചില ആളുകൾ നേരത്തെ വന്ന് ബോക്സിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. നമ്മളങ്ങോട്ട് പ്രസംഗം തുടങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ ചെവിയിൽ പഞ്ഞിയും മൂക്കിപ്പഞ്ഞി വയ്ക്കുന്ന ആളിനെ കണ്ടിട്ടുണ്ട്, ചെവിക്കകത്ത് പഞ്ഞിയും വെച്ചുകൊണ്ടിരുന്ന ആൾ വെക്കുക. ഉള്ള കാര്യം പറയാം. അപ്പൊ അങ്ങനെയൊന്നും കാണിച്ച് നമ്മൾ ടെൻഷൻ അടിപ്പിക്കാതിരിക്കാൻ നിൽക്കുന്നവർ എവിടെയാണോ നിന്ന് കേട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് പോകുമ്പോ ബക്കറ്റ് കളക്ഷനിൽ സഹായിച്ചിട്ടേ പോവാം.
എനിക്ക് കൊണ്ടുപോകാനല്ല. ഇത്രയും നല്ല നേരത്തെ ഈ പന്തലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ മഴ പെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തേനെ? എന്ത് ചെയ്യുമായിരുന്നു? അപ്പോ നല്ല പന്തലൊക്കെ ഇട്ടു, നല്ല ഫാനൊക്കെ വെച്ച് അല്ലേ, എല്ലാ സൗകര്യം ഉണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കാര്യം കേൾക്കാം. ഒന്ന്, ഭക്തി ഉണ്ടാവുക. സൂക്ഷ്മത ഉണ്ടായാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ അള്ളാഹ് ഭക്ഷണം തന്നോണ്ടിരിക്കും. അതുകൊണ്ട് ഭക്തി ഉണ്ടാവട്ടെ, നമുക്ക് എല്ലാവർക്കും സൂക്ഷ്മത ഉണ്ടാകട്ടെ. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്. രണ്ടാമതായി ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? നമുക്ക് ഭക്ഷണം യഥേഷ്ടം അല്ലാഹു തരാൻ, ഭക്ഷണം മനുസ്യൂതമായി നമുക്ക് അല്ലാഹു എത്തിച്ചു തരാൻ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് സൂറത്തു ത്വഹ. അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. സൂറത്തു ത്വഹയിലെ 132-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് നമുക്ക് ഭക്ഷണം തരാൻ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ? നബി തങ്ങളോട് അല്ലാഹ് പറയുകയാ, ഓ നബിയേ, വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങൾ നിസ്കരിക്കണമെന്നല്ല, നിങ്ങളെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കൂ നബിയേ. നിങ്ങൾ നിസ്കരിക്കുന്നവരായിരിക്കും. ബാങ്ക് പള്ളിയിൽ നിന്ന് കേട്ടാൽ പെട്ടെന്ന് തന്നെ നമസ്കരിക്കണമെന്ന നിർബന്ധമുള്ളവരായിരിക്കും. പക്ഷെ ഭാര്യ നിസ്കരിക്കൂല, മക്കള് നിസ്കരിക്കൂല, വീട്ടിലുള്ള ഉമ്മ നിസ്കരിക്കൂല. പോര ചെറുപ്പക്കാരാ, പോര പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നമ്മൾ നമസ്കരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അല്ലാഹ് പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാ, നിസ്കാരം കൊണ്ട് നിങ്ങളെ കുടുംബത്തോട് നിങ്ങൾ കൽപ്പിക്കൂ നബിയേ. വസ്തബിർ അലൈഹാ, അവരെന്തോ പറഞ്ഞോട്ടെ, അവര് നിസ്കരിക്കൂലെന്ന് വാശി പിടിക്കട്ടെ, അവര് എന്തെല്ലാം കുറുക്ക് ന്യായങ്ങളെ പറഞ്ഞാൽ, വസ്തബിർ അലൈഹാ, നിസ്കാരം നിലനിർത്തുന്ന വിഷയത്തിൽ, ആ നമസ്കാരം കൊണ്ട് കുടുംബത്തോട് കൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അങ്ങ് പിടിച്ചു നിൽക്കണം നബിയേ. തകർന്നു പോകരുത്, അങ്ങൊരിക്കലും തളർന്നു പോകരുത്. നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു കുടുംബം നിസ്കരിച്ചില്ല, രണ്ടാമതും പറഞ്ഞു കുടുംബം നിസ്കരിച്ചില്ല, മൂന്നാമതും നാലാമതും പറഞ്ഞു നമസ്കരിച്ചില്ല. നിങ്ങൾ നിർത്തിക്കളയരുത്, പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. വസ്തബിർ അലൈഹാ, ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ, നമസ്കാരം കൽപ്പിക്കുന്ന വിഷയത്തിലും നിങ്ങൾ ധീരമായി മുന്നേറിക്കൊണ്ടിരിക്കൂ. അല്ലാഹ് പറയുന്നു, ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് ഞാൻ ഭക്ഷണമൊന്നും ചോദിക്കുന്നില്ല. വനഹ്നു നർസുഖുക, നിങ്ങൾക്ക് ഞാനാണ് ഭക്ഷണം തരുന്നത്, നിങ്ങൾക്ക് ഞാനാണ് ഭക്ഷണം തരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞല്ലോ. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമസ്കാരം മുറുകെ പിടിക്കല, നിസ്കാരം മുറുകെ പിടിക്കല. രണ്ടാമതായി എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ആഫ്റ്റർ കോവിഡില് കേരളത്തിൽ കോവിഡാനന്തര ജീവിതത്തില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊറോണ വന്നതിന് ശേഷം ജുമഅയ്ക്ക് പോലും ചെറുപ്പക്കാര് പള്ളിയിൽ വരൂല. എന്റെ ചെറുപ്പക്കാരാ, യുവത്വം എന്ന് പറയുന്നത് ഒരു തരം വിപ്ലവത്തിന്റെ, ഒരു തരം പ്രസിപ്പിന്റെ ഒരു സമയമാണെന്നറിയുമല്ലോ. ഓരോ ചെറുപ്പക്കാരനോട് ഞാൻ പറയുന്നു, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് DYFI എന്ന് പറയുന്ന യുവ സംഘടനയുണ്ട്, ഇന്ത്യൻ കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗിന് യൂത്ത് ലീഗ് ഉണ്ട്. സഹോദരങ്ങളെ, ഏത് പ്രസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ യുവാക്കൾക്ക് ഒരു പ്രത്യേകം പരിഗണന നൽകിയിട്ടുണ്ട്. കാരണം എന്തെന്നറിയോ? യുവാക്കൾക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ യുവാക്കളെ, 7 കൂട്ടർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ ശീതളഛായയിൽ അല്ലാഹു തണൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അതില് സിംഹഭാഗവും പറഞ്ഞത് ഷാബുൻ എന്നാണ്. യുവാക്കളെന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, 18 വയസ്സ് മുതൽ 40-ാമത്തെ വയസ്സ് വരെ എത്തിയ യുവാക്കളോട് എനിക്ക് പറയാറുള്ളത്, ആ യുവത്വത്തിന്റെ ത്രസിപ്പില്, ആ യുവത്വത്തിന്റെ പ്രസരിപ്പില്, ആ യുവത്വത്തിന്റെ ഏറ്റവും നല്ല സമയത്ത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കണം. നമസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആ നമസ്കാരത്തെ ജീവവായു പോലെ, പ്രാണവായു പോലെ നമുക്ക് കാണാൻ
കാണാൻ കഴിയണം. ഇന്ന് ചെറുപ്പക്കാരൻ നിസ്കാരത്തിന് പള്ളിയിലില്ല. പക്ഷേ പള്ളിയിൽ വേറെ എന്ത് കാര്യം വന്നാലും ചെറുപ്പക്കാര് സജീവമാണ്. റബീഉൽ അവ്വൽ എത്തിയോ ഉസ്താദേ, എവിടെയാ കൊടി കെട്ടേണ്ടത്, എവിടെയാണ് തോരണം കെട്ടേണ്ടത്, എവിടെയാ ഞങ്ങൾ ഫ്ലക്സ് വെക്കേണ്ടത്, എവിടെയാ ഞങ്ങളെ നബിദിനത്തിന്റെ അന്ന് കിട്ടൂല, അന്ന് ഞങ്ങൾ വേറെ എങ്ങും പോകുന്നതല്ല, ഞങ്ങൾക്ക് വലിയ വണ്ടി വിളിക്കണം, എന്നിട്ട് DJ സംവിധാനം വെക്കണം, എന്നിട്ട് ലൈറ്റ് ഇങ്ങനെ ആളുകളുടെ കണ്ണടിച്ചു പോകുന്ന രീതിയിൽ മിന്നിക്കണം, എന്നിട്ട് വലിയ ബോക്സ് വെച്ച് കെട്ടിയിട്ട് ജനങ്ങളെ ഹാർട്ടൊക്കെ ഞങ്ങൾക്ക് പീസാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ നബിദിനാഘോഷം നടത്താറുണ്ട്. ഞാൻ പറയുന്നു, ഞാൻ 916 സുന്നി തന്നെയാണ്. ഞാനും നബിദിനാഘോഷത്തിന് കട്ട സപ്പോർട്ട് തന്നെയാണ്. വലിയ വണ്ടി തന്നെ വിളിക്കണം, ബോക്സ് എല്ലാം വെച്ച് കെട്ടണം, എന്നിട്ട് കവലകളായ കവലകളിൽ മുത്തു റസൂലിന്റെ മദഹ് പറയണം, പാടണം, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റിയിട്ട് മൗലിദ് പാരായണം നടത്തണം, നബിതങ്ങളെ പറ്റിയിട്ട് വാനോളം നമ്മൾ പുകഴ്ത്തണം. എന്നാൽ നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള നബിദിനാഘോഷം നല്ലതല്ല ചെറുപ്പക്കാരാ. DJ സംവിധാനം ഇസ്ലാമിന്റെ നയമല്ല, ഇസ്ലാമിന്റെ നിലപാടല്ല, അത് സുന്നത്തു റസൂലല്ല, നബിതങ്ങളുടെ ചര്യയല്ല. ലൈറ്റ് ആകാം നല്ലത് തന്നെ, പക്ഷേ ആരുടെയൊക്കെയോ സംസ്കാരം കടമെടുത്തുകൊണ്ട് നബിദിനാഘോഷം നടത്തുന്നത് അത് അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടമാണെന്ന് ഒരു മുഹിബ്ബീങ്ങളും ചിന്തിക്കരുത്, ഒരു പ്രവാചക പ്രേമികളും ചിന്തിക്കരുത്. അതെല്ലാം ഒരു പക്ഷേ നമസ്കാരമില്ല എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കാൻ തന്നെ കാരണമായേക്കാം. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പള്ളികൾ സജീവമാകണം. വേങ്ങറ പള്ളിയാണ് മനോഹരമായ പള്ളിയാണ്, കരുനാഗപ്പള്ളി പള്ളിയാണ് വലിയ പള്ളിയാണ്, മനോഹരമായ കാണാൻ മുഞ്ചുള്ള സൗന്ദര്യമുള്ള പള്ളിയാണ്. ഇതൊന്നും ഒരു ന്യായമല്ല. പള്ളി ഏതോ ആകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, ആ പള്ളിയിൽ നമസ്കാരം നടക്കലാണ് പള്ളിയോടുള്ള നമ്മുടെ ബാധ്യത. അല്ലാതെ പള്ളി ഇങ്ങനെ വലിയ പള്ളി, ചെങ്കോട്ടയെ പോലുള്ള പള്ളി, താജ്മഹലിനെ പോലുള്ള പള്ളി, മനോഹരമായ കുത്തബ് മിനാറിനെ പോലുള്ള പള്ളി, മനോഹരമായ പള്ളികൾ ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയിട്ട് പള്ളിയിൽ നിസ്കാരത്തിന് ആളില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന നിസ്കാരം നിലനിർത്തുമോ എന്റെ പെങ്ങന്മാരോട് ചോദിക്കുകയാ. ഇന്ന് ഓരോ സഹോദരിമാരും നമസ്കാരത്തെ നെവർ മൈൻഡ് ആയിട്ട് കാണുകയാ. ഒരു ഭർത്താവ് തന്റെ ജീവിതത്തിൽ വരുന്നില്ല, വയസ്സ് 25 കഴിഞ്ഞു, അവസാനം സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് ചോദിച്ച് സുന്നത്ത് നോമ്പ് പിടിച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച് ഒരുപാട് ദുആ ചെയ്ത് ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ട് അവസാനം തനിക്ക് വേണ്ടി തന്റെ ജീവിതത്തിലേക്ക് ഒരു മാരം കടന്നു വരുന്നു. തന്റെ പ്രിയപ്പെട്ട വരൻ, തന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനം, തന്റെ രാജകുമാരനാകട്ടെ, നിശ്ചയിക്കപ്പെട്ട വരൻ തന്റെ ജീവിതത്തിൽ കടന്നു വരികയാ. താൻ ഇത്രയും നാള് നിസ്കരിച്ചതിന് ഫലമുണ്ട്, താൻ ഇത്രയും നാള് നോമ്പ് പിടിച്ചതിന് ഫലമുണ്ട്. അങ്ങനെ തന്റെ ജീവിതത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാരന് കല്യാണത്തിന്റെ ദിവസം എത്തി. ആ കതിർ മണ്ഡപത്തിലേക്ക് രാവിലെ 8:40 മുഹൂർത്തം നോക്കിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി. എന്നിട്ട് നേരെ കതിർ മണ്ഡപത്തിൽ ചെന്നിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 12:30 മണിക്ക് പള്ളിയിൽ വെച്ച് നിക്കാഹ് നടക്കുന്നു. ഒരുപാട് നിസ്കരിച്ചതിന് അല്ലാഹു തന്ന കൂലി, ഒരുപാട് നോമ്പ് പിടിച്ചതിന് പടച്ചോൻ തന്ന കൂലി. 12:30 കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ജനങ്ങൾ വന്നു. തന്റെ കൈവെള്ളയിലേക്ക് മഹറുമാല തന്നു. തന്റെ ജീവിതത്തിന്റെ വരനായി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒന്ന് ചോദിക്കട്ടെ എന്റെ വേങ്ങറയിലെ പെങ്ങളെ, നമസ്കരിച്ച് അല്ലാഹുവിനോട് നിങ്ങൾ ഓരോരുത്തരും തേടി നിങ്ങൾക്കൊരു ജീവിതം കിട്ടുമ്പോ, കല്യാണത്തിന്റെ അന്ന് കതിർ മണ്ഡപത്തിൽ വെച്ച് ളുഹർ നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാ നമ്മുടെ നാട്ടിലുള്ളത്? കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിച്ച പുതിയ പെണ്ണ് നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടാവൂല എന്നുറപ്പല്ലേ? കാരണം രാവിലെ 9 മണിക്ക് ഇടുന്ന പുട്ടിയാണ്. അതെല്ലാം കഴുകി കളഞ്ഞ് ഒളുവെടുത്താൽ മുഖത്തിന്റെ കാന്തി പോകും, മുഖത്തിന്റെ സൗന്ദര്യം പോകും, മുഖത്തിന്റെ ഭംഗി പോകും, ആകാര സൗട്ടവം പോകും. അതുകൊണ്ട് ഞാൻ ഒളുവെടുക്കുന്നത് എങ്ങനെ? അല്ലെങ്കിൽ ഞാൻ വിളിച്ച ആളുകളൊക്കെ ഓടിക്കൂടി എല്ലാവരും കല്യാണത്തിന് വന്നിരിക്കുമ്പോ എനിക്കെന്ത് നിസ്കാരമാ? അതൊക്കെ വല്ലാത്തൊരു മാമൂലായി പോയില്ലേ? ഇതെല്ലാം ഉസ്താദുമാർക്കും ഹാജിയാക്കന്മാർക്കും മുഅദ്ദിന്മാർക്കും പറഞ്ഞതല്ലേ എന്ന് ചിന്തിച്ചിട്ട് കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കരിക്കുന്ന ഏത് പുതിയ പെണ്ണാ ഉള്ളത്? പറ.
അസർ നിസ്കരിക്കോ? 3:30 മണിക്ക് ഒരു കള്ളക്കരസിലോടുകൂടി വണ്ടിയിൽ കയറുകയാണ്. പുതിയാപ്പളയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയി. അവിടെ എത്തുമ്പോഴേക്ക് 6 മണിയായി. അസർ പോയി. 6 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തെ താത്ത, ഇപ്പുറത്തെ മാമി, കൊച്ചുമ്മ ഈ കല്യാണത്തിനൊന്നും വരാതെ സുഖമില്ലാതെ കിടക്കുന്ന ആളുകളൊക്കെ പെണ്ണിനെ കാണാൻ വേണ്ടി വരുന്നത് അപ്പോഴാണ്. അവളെ സാരി പിടിച്ചു നോക്കി, അവളുടെ മഹർമാല തൊട്ട് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞ് ഇത് പറയത്തക്ക രീതിയിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് 6:30 മണിയാകുമ്പോ മഗ്‌രിബിന്റെ ബാങ്ക് കേട്ടു. അസർ നിസ്കരിച്ചോ? നിസ്കരിച്ചില്ല. മഗ്‌രിബ് കഴിഞ്ഞ് മഗ്‌രിബിന്റെ സമയം ബാങ്ക് കൊടുത്ത് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് ഫസ്റ്റ് രാത്രി, ആദ്യ രാത്രിയിലേക്ക് വരുന്നു, തിരിക്കുന്നു. യാത്ര ചെയ്ത് പോകണം. മഗ്‌രിബ് നിസ്കരിച്ചോ? ഇല്ല. വീട്ടിൽ വന്ന് ക്ഷീണിതയായ പെണ്ണ് ഇശാ നിസ്കരിക്കും ചിലപ്പോ, അതും ഉറപ്പില്ല. ആ നിലയിൽ ഇന്നലെ വരെ സുജൂദിൽ കിടന്ന് അള്ളാഹു തനിക്കൊരു മാരനെ കൊടുത്തപ്പോ കല്യാണത്തിന്റെ അന്ന് തന്നെ നിസ്കാരം മുടക്കുന്ന പെണ്ണുങ്ങൾ. ഞാൻ ആക്ഷേപിക്കുകയല്ല, വിമർശിക്കുകയാണ്. നമസ്കാരം എന്ന് പറയുന്നത് അല്ലേ, നമസ്കാരം പണ്ട് നിസ്കാരത്തിന് മഴയില്ലാതെ കഷ്ടപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോ പള്ളിയിൽ സജീവമായി. എന്താ കാര്യം? ഞാൻ നിസ്കാരം തുടങ്ങണ്ടേ, മഴ വല്ലതുകൊണ്ടോ? മഴയില്ല, എന്റെ ദോഷം കൊണ്ടാണ് മഴ കിട്ടാത്തതെങ്കിലോ, അതുകൊണ്ട് പള്ളിയെ ശരണം, എപ്പോഴും പള്ളിയോട് പള്ളി. അവസാനം അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങിയപ്പോ പിറ്റുന്ന പോലെ പള്ളി കാണാനില്ല. എന്താ പള്ളി വരാത്തത്? മഴയല്ലേ, പിന്നെങ്ങനെ വരും? മഴയത്ത് പള്ളിയിൽ എങ്ങനെ വരും? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നോ ആ കാര്യം അല്ല തന്നാ നേരെ പാലം നടക്കോളം നാരായണ, പാലം കടന്നാൽ പൂരായണ. ആ തത്വം പറ്റില്ല. അല്ല പറയുന്നു നിങ്ങൾക്ക് ഭക്ഷണം വേണോ? നിസ്കരിക്കുക. അപ്പൊ ചോദിക്കും, ഇന്ന് വരെ ഞാൻ കാറ്റടിച്ച് വീണാ പോലും പടിഞ്ഞാറ് വീണിട്ടില്ല, അല്ല എനിക്ക് ഒരു മുട്ടും തന്നില്ല ഉസ്താദെ, എന്തിനാ ഈ തള്ളി മറിക്കുന്നേ? നിസ്കാരം ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടൂല എന്നൊക്കെ പറയുന്ന വെറുതെയാ. ഞാൻ ഇന്നുവരെ നിസ്കരിച്ചിട്ടില്ല, എനിക്ക് ഒരു മുട്ടും അല്ല തന്നിട്ടില്ല. അത് അള്ളാഹു നിനക്ക് എവിടെയോ മുട്ട് തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ അള്ളാഹു താല ഇങ്ങനെ തട്ടി തന്നോണ്ടിരിക്കുന്നതാ. നിന്നെ പിടിക്കുവല്ല. ഇതിന് പറയുന്നത് മുഫസ്സിരീങ്ങൾ ഇസ്തിദ്റാജ് എന്നാണ്. ചൂണ്ടയിട്ട് പിടി. ചൂണ്ടയിടാൻ പോകുന്നവൻ ചൂണ്ട എറിഞ്ഞ ഉടനെ വലിച്ചെടുക്കില്ല. മീൻ കൊത്തിയെന്ന് ഉറപ്പ് വരുമ്പോ അല്പം കൂടി നൂല് അയച്ചിട്ട് കൊടുക്കും. കൊത്തിക്കോ, ഇഷ്ടം പോലെ കൊത്തിയെന്ന് ഉറപ്പ് വരുമ്പോ ഒരു പിടി അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ടാ. അള്ളാഹു നിനക്ക് ഇങ്ങനെ വാരിക്കോരി തരും. പടച്ചോ ഇല്ല എന്ന് പറയുമ്പം 2 പ്ലേറ്റ് ബിരിയാണിയും കൂടെ തരും. അല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ ചമ്മന്തിയും ചോറുമായിരിക്കും തരിക. ഇതെന്തിനാ അല്ല തരുന്നത്? നിന്നൊരു പിടി പിടിക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ അള്ളാഹു വെച്ച ഡിമാൻഡ് നിസ്കരിക്കുക. രണ്ടാമത്തേത്, നിങ്ങൾക്കറിയോ, നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ മഴയില്ലാതായാൽ നമ്മൾ ചെയ്യുന്നത് മഴയെ തേടിയുള്ള നിസ്കാരമല്ലേ? എന്താണ് കാര്യം? മഴയില്ലെങ്കിലും മഴയെ തേടി നിസ്കരിക്കുക ചെയ്യുന്നത്. അന്ന് നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങളല്ല ഇടേണ്ടത്. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ആണും പെണ്ണും മൃഗങ്ങളും എന്തൊക്കെ വീട്ടിലുണ്ടോ അതെല്ലാം കുട്ടികളടക്കം നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് റബ്ബിനോട് ചോദിക്കണം, പടച്ചോനെ ഈ മൃഗങ്ങളെങ്കിലും കാണിച്ചിട്ട് അള്ളാനോട് ചോദിക്കണം, ഞങ്ങൾക്ക് വെള്ളം തരണം. മഴയെ തേടി നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടി നിസ്കരിച്ച് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. എന്തിന്? മഴ പെയ്താലേ ഭൂമി സസ്യങ്ങൾ മുളപ്പിക്കും. മഴ പെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സസ്യങ്ങൾ മുളക്കില്ല. സസ്യങ്ങൾ മുളച്ചില്ലെങ്കിൽ ധാന്യമണികൾ കിട്ടില്ല. കിട്ടാതെ വന്നാൽ നമുക്ക് പട്ടിണിയാവും. ആ പട്ടിണി മാറ്റാൻ മഴ പെയ്യണം. മഴ തടസ്സമായാൽ അതിനുള്ള പരിഹാരം മഴയത്തേക്കുള്ള നിസ്കാരമാണ്. അതാണ് നിസ്കാരത്തിന്റെ മഹത്വം. നമ്മൾ നിസ്കരിക്കുക, അല്ലാഹു ഭക്ഷണം തരും. ഇനി നിങ്ങൾ കേട്ടോ, മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു. ആരും കാണാതെ രാത്രിയുടെ 3-ാം യാമത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു. ആരുടെ കഥയാണ് പറയുന്നത്? മഹാനായ ധീരനായ
ധീരനായ വില്ലാളി വീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കും പാതിരാത്രിയില്. എന്നിട്ട് അവസാന സമയമാകുമ്പോ, സുബഹിനോട് അടുക്കുന്ന സമയമാകുമ്പോ തന്റെ കുടുംബത്തെ പോയി കുലുക്കി വിളിക്കുമായിരുന്നു. തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് അവരോട് പറയുന്നത് അസ്സലാ അസ്സലാ. ഇങ്ങനെയാ ഉമർ തങ്ങൾ പറയുന്നത്. ഉമർ തങ്ങൾ പറയുമായിരുന്നു, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത കാര്യമായത്. ഓരോരുത്തരെയും കുടുംബത്തിലെ ഭാര്യയും മക്കളെയും വിളിച്ചു നിർത്തിയിട്ട് എഴുന്നേക്കു, നിസ്കരിക്കൂ 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 എന്ന് പറയുക മാത്രമല്ല, ഈ ആയത്ത് കൂടി ഓതുമായിരുന്നു. വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ നഹ്നു ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. ഈ ആയത്ത് ഓതിയിട്ടാണ് ഉമർ തങ്ങൾ കുടുംബത്തെ വിളിച്ചുണർത്തിയിരുന്നത്. ഇനി അറിയണോ ഇമാം മുസ്നി റളിയല്ലാഹു തആല അൻഹു? ആരാ ഇമാം മുസ്നി എന്നറിയോ? ഇമാം മുസ്നി വളരെ വലിയ സാത്വികനായ ഒരു ഇമാമാ. മഹാനവറുകളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയം വീട്ടിൽ പട്ടിണി വന്നാൽ, എവിടെയെങ്കിലും വിഷമം നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ, ആ പട്ടിണി ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുന്ന സമയം എത്തിക്കഴിഞ്ഞാൽ, വിശപ്പ് വന്ന കുടുംബത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ കുടുംബത്തോട് പറയുമത്രേ, ഖൂമൂ ഫസല്ലൂ, കിടന്നുറങ്ങാതെ എഴുന്നേക്കൂ, നിങ്ങൾ നമസ്കരിക്കൂ. എന്നിട്ട് മഹാനവറുകളും ഓതുന്നത് ഈ ആയത്ത് തന്നെയാണ്. ചിന്തിക്കണേ എന്റെ പെങ്ങളെ, ഭർത്താവ് വീട്ടിൽ വന്നു, രാത്രി കിടന്നുറങ്ങി, നേരം വെളുത്താലും എഴുന്നേക്കുന്നില്ല. എന്തേ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ നാട്ടില് ഏതെങ്കിലും ഒരു ഭർത്താവ് വീട്ടിൽ വന്നിട്ട് നേരത്തെ എഴുന്നേക്കാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞ, ആ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന് ആ വീട്ടില് ബറക്കത്തുണ്ടാകുമോ? ഭാര്യ നിസ്കാരമില്ലാതെ കിടന്നുറങ്ങുന്നു, ആ വീട്ടില് ബറക്കത്തുണ്ടാവോ? എന്തൊക്കെ നമ്മൾ ചെയ്താലും നിസ്കാരമില്ലാത്ത വീട്ടിൽ അല്ലാഹു നമുക്ക് ഭക്ഷണം തരില്ല, പട്ടിണിയായിരിക്കും. അല്ലാഹു തആല നമുക്ക് ഭക്ഷണം തരാൻ രണ്ടാമതായി പറഞ്ഞത് നിസ്കാരമാണ്. കുടുംബത്തെ കൃത്യമായി ഇത് ബോധ്യപ്പെടുത്തണം. ഭർത്താവിനെ ജോലിക്ക് വിട്ടാൽ മാത്രം പോരാ, നീ വീട്ടിലിരുന്ന് നമസ്കാരമുള്ളവളായി മാറണം. എന്തുകൊണ്ടാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ഭർത്താവ് പ്രസവിച്ച ഉടനെ പ്രസവത്തിന്റെ വേദന വിട്ടുമാറും മുമ്പ്, ഗർഭാശയത്തിന്റെ നനവ് വിട്ടുമാറും മുമ്പ്, ചോര പൈതലിന്റെ കാലിന്റെ ഇളം ചുവപ്പ് വിട്ടുമാറുന്നതിന് മുമ്പ് ജലരഹിതവും ജനരഹിതവും ഫലരഹിതവും ജനശൂന്യവും ഫലശൂന്യവും ജലശൂന്യവുമായ മസ്ജിദുൽ ഹറമിന്റെ ചാരത്ത് മരുപ്പച്ച അകലെയായ മരുഭൂമിയുടെ മാറിടത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് മാറി നിന്നിട്ട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തെന്നറിയോ? പടച്ചോനെ, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. പരിശുദ്ധ കഅബയുടെ അടുത്ത് ഫലരഹിതമായ ഈ മണ്ണില് ഞാൻ എൻ്റെ ഭാര്യയും സന്താനത്തെയും ഉപേക്ഷിക്കുകയാ തമ്പുരാനെ. എന്തിനാണെന്നറിയോ? എന്തിനാണ് ഞാൻ ഇവിടെ ഈ പള്ളിയുടെ അടുത്ത്, ഈ ഹറമിന്റെ അടുത്ത് ഞാൻ എൻ്റെ മോനെയും എൻ്റെ ഭാര്യയും ഉപേക്ഷിച്ചു പോകുന്നത്? അവര് നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി ദുആരക്കാണ്, പടച്ചോനെ, റബ്ബനാ ലിയുഖീമുസ്സലാ ഫജ്അൽ അഫ്ഇദത്തം മിനന്നാസി തഹ്വി ഇലൈഹിം. ശ്രദ്ധിച്ചോ, ഫജ്അൽ അഫ്ഇദത്തം മിനന്നാസി തഹ്വി ഇലൈഹിം. അല്ലാഹുവേ, ഒരു മനുഷ്യനെ ഇവിടെ കാണാനില്ല, എന്റെ ഭാര്യയും എന്റെ കുഞ്ഞല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ല. അതാകട്ടെ ഞാൻ കാത്തിരുന്ന് മഴ കാത്തിരുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ ജീവിതത്തിന്റെ അവസാനം കിട്ടിയ ഒരു മകൻ. ആ മകനെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഉപേക്ഷിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഉപേക്ഷിക്കുന്നതെന്നറിയോ? റബ്ബനാ ലിയുഖീമുസ്സലാ, ഈ പള്ളിയുടെ ചാരത്ത് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ഭാര്യയും മകനെയും ഉപേക്ഷിക്കുന്നത് ഇവര് നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാണ്. പള്ളിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് പള്ളി
പള്ളിയോട് ബന്ധപ്പെട്ട് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് പറയുന്നത് പോലെ പള്ളിയുടെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഉപേക്ഷിക്കുന്നത് എന്റെ സന്താനങ്ങൾ നിസ്കാരക്കാരാകാൻ വേണ്ടിയാണ്. ഇത് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പറയുന്നു, അല്ലാ, ഇവിടെ ഒരു മനുഷ്യനില്ല, ഇവിടേക്ക് നീ ജനങ്ങളെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. തഹ്വീലൈഹിം, എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങോട്ടാക്കി കൊടുക്കണേ തമ്പുരാനെ. ആക്കിയില്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും ഒരാള് ഈ ജമാഅത്ത് കമ്മിറ്റി പറയാണ്, ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് റബീഉൽ അവ്വലിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകാൻ ഒരു അവസരം, നിങ്ങൾ ഏത് സ്ഥലം പറയും? മണാലിയ, മസനക്കുടി വഴി ഊട്ടിക്ക, ഏത് പറയും? മക്ക, മദീന. എനിക്ക് മക്കത്ത് ഹറമിലൊന്ന് പോകണം, അതല്ലേ പറയുള്ളൂ. അന്ന് ഒരു മനുഷ്യനും ഇല്ല, ഒരു ഭാര്യ, ഒരു കുട്ടി. ഭർത്താവ് മാറി പാറയുടെ പിന്നിൽ ഒളിച്ചു നിന്നിട്ട് ദ്വാരക്ക, പടച്ചോനെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോകുന്നത് എന്തിനാണെന്നറിയോ? ഒരു നിസ്കാരക്കാരാകാൻ വേണ്ടിയാണ്. ഇപ്പൊ ആരും ഇല്ലെങ്കിലും ജനങ്ങളെ മുഴുവനും അവരിലേക്ക് നീ ആകർഷിപ്പിക്കണേ തമ്പുരാനെ. തീരുന്നില്ല, നീ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണേ അല്ലാ. കൊല്ലത്ത് നിന്നാണ് അണ്ടിപ്പരിപ്പ് കയറ്റി അയക്കുന്നത്. പക്ഷേ മക്കത്ത് പോയാൽ ഒരു അണ്ടിപ്പരിപ്പുമായിട്ട് കൊല്ലത്തുകാരൻ തിരിച്ചു വരും. അവിടെ ആലപ്പുഴയിൽ നിന്ന് ചെമ്മീൻ കയറ്റി അയക്കും മക്കത്ത്. അവിടെ പോകുന്നവൻ ഒരു കവർ ചെമ്മീനും വാങ്ങി ആലപ്പുഴയിലേക്ക് തിരിച്ചു വരും. പാലക്കാട് നിന്ന് മാങ്ങ കയറ്റി അയക്കും. അവിടെ പോയി ഒരു കിലോ മാങ്ങയും വാങ്ങിച്ച് നേരെ എവിടെ വരും? പാലക്കാട്ടേക്ക് വരും. എന്താ കാര്യം? അവിടെ കിട്ടുന്ന സാധനങ്ങൾ വിഷമുള്ളതല്ല, നല്ല പ്യൂർ സാധനങ്ങളാണ്. ഇവിടെ ആണെങ്കിലോ വയറ്റിൽ നിന്ന് പോകുന്നത് പരിശോധിക്കാൻ മുക്കിന് ലാഭം, വയറ്റിലോട്ട് പോകുന്നത് പരിശോധിക്കാൻ ലോകത്ത് ഒരു ലബോറട്ടറി ഇല്ല, അല്ലേ? എല്ലാം വിഷം, കഴിക്കുന്നതൊക്കെയും വിഷം. നല്ല സാധനം കിട്ടണമെങ്കിലും മക്കത്ത് പോയി വാങ്ങി കഴിക്കണം. എന്താ കാര്യം? അള്ളാഹുവിനോട് ഇബ്രാഹിം നബി ദുആ ചെയ്ത് ഇപ്പൊ ലൈവ് നോക്കി അറിയാം, കുറെ ഹൈവാന്മാരുണ്ട്, എല്ലാം കാക്കമാരാ. ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ കമന്റ് അടിക്കുന്നു. ഇവരൊക്കെ വേറെ ഒരു ജോലിയില്ല. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് കമന്റ് എഴുതിക്കണം. നീയൊക്കെ അടിച്ചോ, എന്റെയൊക്കെ വിരല് എപ്പോഴാണോ തളരുന്നത് അതുവരെ കുത്തിക്കുറിച്ചോണ്ടിരുന്നോ. നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുന്ന അവിടെ നിന്നാണ്, നല്ല സാധനങ്ങൾ. ആ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടാൻ കാരണം ഇബ്രാഹിം നബിയുടെ ദുആയാണ്. മക്കത്ത് കിട്ടാത്ത എന്താണ്? അല്ലാഹുവേ, നീ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഒരു ഇല, ഒന്നുമില്ല. ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ ദുആ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ട് കാര്യങ്ങൾ ഇബ്രാഹിം നബി ദുആയിരുന്നു. എന്താ? ഒന്ന്, ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഈ കുടുംബത്തിലേക്ക് തിരിയണം. രണ്ട്, ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കണം. ഈ രണ്ട് ദുആ ചെയ്തു. അതിന് ഇബ്രാഹിം നബി അള്ളാന്റെ അടുത്ത് വെച്ച വസീല എന്ന് പറഞ്ഞ മാധ്യമം അല്ലെങ്കിൽ ഡിമാൻഡ്, റീസൺ എന്തായിരുന്നു? പടച്ചോനെ, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോവാൻ, എല്ലാ ആളുകളും ഇവരെ തേടി ഇവിടെ വരണം, ഇവർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം. അതിന് പടച്ചോനെ ഞാൻ ഇവരെ പാകപ്പെടുത്തിക്കൊള്ളാം. ആ പാകപ്പെടുത്തൽ നിസ്കാരമുള്ളവരാകാൻ വേണ്ടിയാണ്. നിസ്കാരമുള്ളവനെ എല്ലാവരും ഇഷ്ടപ്പെടും സഹോദരങ്ങളെ. താരിഖു സ്വലാത്തിനെ ഒരുത്തനും ഇഷ്ടപ്പെടൂല. നിസ്കാരമുള്ളവന്റെ മുഖത്ത് നോക്കി അറിയാം നിസ്കാരമുള്ളവനാണ്. ഞാൻ ഈ ലൈവ് ഉള്ളത് കൊണ്ട് പ്രശ്നമാണ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, പണ്ടൊരു മുഅദ്ദിൻ പള്ളിയില് ആ സമയത്ത് കയറി ബാങ്ക് വിളിച്ചു. വേങ്ങര പള്ളിയില് സമയത്തല്ലാതെ ഒരു ബാങ്ക് കേട്ടാ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെന്തോ പിണക്കം പോലെയാണല്ലോ. എന്ത് ചെയ്യും? വേങ്ങര പള്ളിയിൽ ആ സമയത്ത് ഒരു ബാങ്ക് കേട്ടാ എന്ത് ചെയ്യും?